ഗുഡ് നൈറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. എറണാകുളം സൗത്ത് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് വയോധികയെ ഭർത്താവും ബന്ധുവും ചേർന്ന് ഉപേക്ഷിച്ചു. ആലപ്പുഴ സ്വദേശിയായ വയോധികയാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് വിശ്വസിപ്പിച്ച് ഇവിടെ തള്ളിയത്. രാവിലെ മുതൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തനിച്ചിരുന്ന ഇവരെ കണ്ട സംശയം തോന്നിയ KSRTC ജീവനക്കാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തി വയോധികയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി. ആശുപത്രി പോകാന്ന് രാവിലെ തൊട്ട് ഇവിടെ ഇരിക്കുവാണോ? കൂടെ വന്ന ആള് പോയി. നിതിൻ സേവർ നൽകും വിശദാംശങ്ങൾ. നിതിൻ, സ്വന്തം ഭാര്യയാണ് ആരും അറിയാതെ പറ്റിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പറ്റിച്ച് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉപേക്ഷിച്ചത്. ഈ അമ്മയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയോ? വളരെ സങ്കടകരമായ കാഴ്ചയാണ്. അതായത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വളരെ തീരെ വയ്യാത്തൊരു വയോധികയെ ഭർത്താവും ഒപ്പം ഭർത്താവ് വീടിന്റെ സഹോദരിയുടെ മകനും ചേർന്ന്, സഹോദരിയുടെ മകന്റെ പേര് നല്ല ഓർമ്മയുണ്ട്, മനേഷ് എന്നാണ് അമ്മ നമ്മളോട് പറഞ്ഞത്. ഇവർ രണ്ടുപേരും ചേർന്ന് രാവിലെ എറണാകുളം സൗത്ത് ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഇവിടെ ഇരുത്തിയ ശേഷം നാളെ രാവിലെ വന്ന് തിരികെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് ഇവർ രണ്ടുപേരും ഇവിടെ നിന്നും പോകുന്നത്. ആ പോലീസുകാർ വന്ന് അമ്മയെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും തന്നെ ഭർത്താവ് വരുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് അവർ. ഭർത്താവ് വരും, ഭർത്താവിനോടൊപ്പം പോകാമെന്നാണ് അവർ പോലീസിനോട് പറയുന്നത്. ഏതായാലും പോലീസ് ഇവരെ വന്ന് ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. രാവിലെയാണ് അവരെ ഇവിടെ കാണുന്നത്. പിന്നീട് രാവിലെ മുതൽ ഇവരിവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ KSRTCയിലെ ജീവനക്കാരൻ, ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുബൈർ എന്ന വ്യക്തിയാണ് പോലീസിനെ വിളിച്ചു പറയുന്നത്. പിന്നീട് പോലീസ് എത്തി പരിശോധന നടത്തിയ ശേഷം വനിതാ സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. വനിതാ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് ഈ അമ്മയെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയതും അവിടെ നിന്ന് പിന്നീട് സ്നേഹിത എന്ന ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തത്. ഈ ബസ് സ്റ്റാൻഡിൽ CCTV അടക്കമുണ്ട്. അപ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കായി അമ്മയ്ക്ക് ചില ഓർമ്മക്കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ കൃത്യമായ എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കാനാവുന്നില്ല, പൂർണ്ണമായി സംസാരിക്കാൻ പറ്റുന്നൊരവസ്ഥയില്ല. പ്രായാധിക്യം മൂലമുള്ള ശാരീരിക അവശതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് അവരുടെ വീട് തോട്ടപ്പള്ളിയിലാണെന്ന് അവർക്കറിയാം. അത് ഒപ്പം ഭർത്താവിന്റെ സഹോദരിയുടെ മകന്റെ പേര് മനേഷ് ആണെന്ന് അറിയാം. അങ്ങനെ വളരെ ചുരുക്കം ചില കാര്യങ്ങളാണ് അവർക്ക് ഓർമ്മയുള്ളത്. ഇവരുടെ ഒപ്പം സമീപത്ത് നിലമ്പൂരേക്ക് ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നത്. ഇവർ സംസാരിക്കുന്നതിന് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അമ്മയാണ്. അപ്പോൾ അങ്ങനെ ആ ചേച്ചിയും കൂടി സംസാരിച്ചാണ് കുറേയൊക്കെ വിവരങ്ങൾ ഇവിടെ നിന്ന് പോലീസിന് ലഭിക്കുന്നത്. ഏതായാലും നിലവിൽ ഇവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി ഇവരുടെ ബന്ധുക്കളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ഒപ്പം തന്നെ ഈ വയോധികയെ, പ്രായമായ അമ്മയെ ഉപേക്ഷിച്ചതിന് ഭർത്താവിനും ഒപ്പം കൊണ്ടുവിട്ടയാൾക്കുമെതിരെ കേസെടുക്കുമെന്നും നിലവിൽ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശരി, ഭർത്താവും ബന്ധുവും ചേർന്നാണ് ഈ വയോധികയെ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉപേക്ഷിച്ചത്. CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ച് അവർക്കായുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. നിതിൻ സേവറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.